റെയിൻബോ ഫ്ലവർ ബെഡ് ആദ്യമായിട്ട് ഇന്ന് മിക്കവാറും ഇത് വിരിയും. ഇന്ന് രാത്രി 9 മണിക്ക് തന്നെ വിരിയും. ഇപ്പം ഇത്ര ആയിട്ടുണ്ടല്ലോ. ഇതാണ് റെയിൻബോൻ്റെ ഫ്ലവർ ബെഡ്. ഇത് ക്രോസ് പോളിനേഷൻ ആണോ സെൽഫ് പോളിനേഷൻ ആണോ എന്ന് കറക്റ്റ് അറിയില്ല. ആദ്യമായിട്ടുണ്ടായ ഫ്ലവർ ആയതുകൊണ്ട് ക്രോസ് പോളിനേഷൻ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്, അന്വേഷിച്ചത്. ഇനി ക്രോസ് പോളിനേഷൻ ചെയ്യാനായിട്ട് പ്ലാന്റുകൾ വേറെ ഒന്നും ഫ്ലവറിങ് ഇന്നിപ്പോൾ വിരിഞ്ഞതില്ല. അപ്പോൾ തൽക്കാലം ഇതിൻ്റെ പോളനെടുത്ത് തന്നെ പോളിനേഷൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കും. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും വിരിയട്ടെ, പൂർണ്ണമായിട്ടും വിരിയട്ടെ ഇതിന്, എന്നിട്ടാണ് അതിൻ്റെ പോളൻ എടുക്കാനായിട്ട്. ഇപ്പം മണി ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. രാത്രി ഒരു 9 മണിയാകുമ്പോഴേക്കും ഫുള്ളായിട്ട് വിരിയുള്ളൂ. ഒരു 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ 9 മണി കഴിക്കും റെയിൻബോ ഫ്ലവർ വിരിയും. എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലവറിൻ്റെ ഇതിൻ്റെ തണ്ടൊക്കെ പ്രത്യേക വ്യത്യാസമുണ്ട്. തണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. നോക്കട്ടെ, 7 മണി വിരിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 9 മണി ആകുമ്പോഴേക്കും ഒക്കെ വിരിയും. 8 മണി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി വിരിയാനുണ്ട്. ഒരു 9 മണി ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് വിരിയുള്ളൂ. 8 മണി ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്ലവർ ഏതാണ്ട് മറ്റ് ഫ്ലവർ പോലെ തന്നെയാണ് കാണുന്നത്. ഫുള്ളായിട്ട് വരുന്ന സിഗ്മയ്ക്ക് ചെറിയൊരു പച്ച കളർ ഉണ്ട്. മറ്റേ സിഗ്മയ്ക്ക് ഒരു വെള്ള കളറാണ്, ഇതിനൊരു പച്ചപ്പുണ്ട്. ഈ സിഗ്മ ഒരു പച്ച കളറായിട്ട് കാണുന്നുണ്ട്. മറ്റേ ഒരു വെള്ള കളർ, ഒരു യെല്ലോയിഷ് വെള്ളയാണ്. ഇതിനൊരു പച്ച കളറുണ്ട്. സിഗ്മയുടെ ലീഫിന് കണ്ട പച്ച കളർ കാണുന്നുണ്ട്, പച്ചപ്പുണ്ട്. വ്യത്യാസം മാത്രം കാണുന്നു. ബാക്കി പൂവൊക്കെ ഏകദേശം കേൾപ്പനിൻ്റെ ഫ്ലവറിൻ്റെ എഡ്ജിലൊക്കെ ഒരു വയലറ്റ് കളറുണ്ട്. ഫ്ലവറിൻ്റെ കവറിങ്ങിലുള്ള ലീഫുകൾക്ക് ചെറിയൊരു വയലറ്റ്. മറ്റേനൊക്കെ റെഡാണ്, അതിനൊരു വയലറ്റാണ്. ചെറിയ വ്യത്യാസമുണ്ട്. എൻ്റെ അത് ഫ്ലവറിനൊക്കെ ഒരു വയലറ്റ് കളറുണ്ട് ആ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ. ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് ഫുള്ളായിട്ട് വിരിയട്ടെ. ഒരു 9 മണി ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് വിരിയും. 9:30 ആയി. 9:30 ആയിട്ട് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടില്ല ഫ്ലവർ. ഇതിൻ്റെ സിഗ്മയ്ക്ക് ഒരു പച്ച കളറുണ്ട്. റെയിൻബോൻ്റെ ഫ്ലവറിൻ്റെ സിഗ്മയിൽ പച്ച നിറം കാണുന്നുണ്ട്. അതാണ് ഒരു വ്യത്യാസം കാണുന്നത് മറ്റുള്ളതിനെ വെച്ചിട്ട്. ചെറിയ പൂവിന് കളറുകൾക്ക് വ്യത്യാസമുണ്ട്. ഒരു വയലറ്റ് കളറുണ്ട്. സൈഡിലൊക്കെ ഒരു വയലറ്റ് കളർ കാണുന്നുണ്ട്. ഇതിപ്പോൾ മറ്റുള്ള ഫ്ലവർ ശരിക്കും 9 മണിയാകുമ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് വിരിഞ്ഞതാണ്. അത് മുഴുവനായിട്ടില്ല. ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. ഇനിയും കഴിയും. മറ്റേത് കറക്റ്റ് 9 മണിക്കുള്ളിൽ, 8:30 9 മണിക്കുള്ളിലായിട്ടൊക്കെ എല്ലാം പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ വിരിഞ്ഞിട്ടില്ല. പൂമ്പൊടി ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ പൂമ്പൊടി തുടങ്ങിയിട്ടുണ്ട്. പൂമ്പൊടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പൂമ്പൊടി പോളിനേഷൻ ചെയ്യാൻ പോകണം. ഇതിൻ്റെ തന്നെ പൂമ്പൊടി എടുത്ത് പോളിനേഷൻ ചെയ്യാൻ പോകണം. മറ്റു ഫ്ലവറുകളൊന്നും ഇപ്പോൾ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ 2 ദിവസം മുമ്പ് വിരിഞ്ഞിട്ടുണ്ട് ഫ്ലവറുണ്ട്. അതിൻ്റെ പൂമ്പൊടി കൂടി എടുത്ത് ഇതിനകത്ത് ഇടുന്നുണ്ട്. നോക്കാം ഇതിൻ്റെ ഫ്ലവർ ബൂട്ടാവില്ല എന്നുള്ളത് പരീക്ഷിച്ച് നോക്കാം. നമുക്ക് മഴ വരുമാനം നോക്കണം. അതിൻ്റെ തന്നെ പോളനെടുത്ത് അതിൻ്റെ സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ഒരു കവറിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഇത് മഴ വന്നിങ്ങനെ പോകാതിരിക്കാണ്ട് മഴ കവറിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. കവറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായാലും നേരം കൊടുത്ത് കവർ പോരുള്ളൂ.
നോക്കാം ഏതായാലും.